ഈ വെള്ളം കോരി വെക്കാൻ പറഞ്ഞതിന്റെ പേരിൽ പോയതാണോ? ഇല്ല, വെള്ളം കോരി വെച്ചപ്പോൾ എൻ്റെ അമ്മാവ് എന്തോ പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ വാ, നിന്റെ വീട്ടിൽ പോയിരിക്കും. എന്നെ അവിടെ കൊണ്ടിരുത്തിയിട്ട് എൻ്റെ ഭർത്താവ് തന്നെയാണ് കൊണ്ടുപോയി. ഞാൻ കേട്ട് നമുക്ക് നിങ്ങളെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഇല്ല വേണ്ട, നിന്നെ അവിടെ ഇട്ട് ജോലി ചെയ്യാനല്ല ഞാൻ കെട്ടിക്കൊണ്ട് വന്നത്, നിന്നെ വേലയ്ക്കല്ല ഞാൻ കൊണ്ട്, നീ കോരി കൊടുക്കണം. ഇല്ലെന്ന് ഞാൻ ഇല്ലെന്ന് എല്ലാത്തിനും അതിനിത് നിൻ്റെ ഉമ്മ നിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭർത്താവ് തന്നെയാണ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നത്. ഞാൻ കേൾക്കണം, നമുക്ക് പോവേണ്ട, വേണ്ട, നീ ഇവിടെ ഇരി. അന്ന് കൊണ്ടാക്കിയ മേഡം, ഇന്ന് ഇതുവരെയൊക്കെ ആയിട്ടും വീട്ടിലും കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ ചുമ്മാ പറയുന്ന മേഡം. വീട്ടിൽ കൊണ്ടുപോകത്തില്ല മേഡം. ഇത് ഞാൻ വീട്ടിൽ ഇവിടെ അമ്മയെ അടുത്ത് കൊണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും ദിവസം ഇവിടെ ഇരുന്നു, പെട്ടെന്ന് റൈസാകുള്ളൂ. എന്തെങ്കിലും പറഞ്ഞൊരു 10 മിനിറ്റ് നല്ല കൂളായിട്ടിരിക്കും, പറഞ്ഞാൽ എല്ലാം കേട്ട് ഓക്കെ ആയിരിക്കും. 15 മിനിറ്റ് അത് പെട്ടെന്ന് ചൂടായി പോയി. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് ഉമ്മ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ ഇരുന്നു, ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ എങ്ങനെ ഇരിക്കണം നിങ്ങളൊന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൂടി എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആയിപ്പോയി. പിന്നെ ഞാൻ വിഴിഞ്ഞത്ത് ഇങ്ങനെ വരായിരുന്നു, സുഖം മദ്യപിക്കുമായിരുന്നു ഞാൻ ഇപ്പോൾ. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് പിന്നെ എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അവിടെ ആ മക്കളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൂട്ടുകെട്ട് ഒഴിവായി കിട്ടും, അവിടെ അങ്ങ് മുന്നോട്ടെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഫുൾ അവിടെ ആയിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലോട്ട് പിന്നെ വരക്കൊന്നുമില്ലേ, എൻ്റെ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫുൾ അവിടെ തന്നെയാണ്. വയറ്റ് ചേർച്ച പോലും എടുത്തിട്ടില്ല. കാരണം വയറ്റ് ചേർച്ച ചടങ്ങ് കൊണ്ട് ബസ്സിന് അതുപോലെ എടുത്തിട്ടില്ല. അതിനു വേണ്ടി പോലും വിട്ടിട്ടുമില്ല, വന്നിട്ടുമില്ല, ഞങ്ങൾ എന്നോട് ശ്രമിച്ചിട്ടുമില്ല. ഫുൾ അവിടെ തന്നെയായിരുന്നു. പിന്നെ ഇവര് എന്താ പറഞ്ഞ ആശുപത്രി പോലും വന്നിട്ടില്ല കൊച്ചുങ്ങളുടെ കാര്യം നോക്കാനായിട്ടെന്ന്. 2 പേര് ഫസ്റ്റ് പ്രസവത്തിന് അവളെ ഞാൻ വേറെ ഫസ്റ്റ് പ്രസവത്തിന് ഇവിടെ ഫസ്റ്റ് ഹോസ്പിറ്റൽ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേണം ചോദിച്ചു നോക്കി. അതാണ് ഫസ്റ്റ് വിഷയം. ഏത് ഹോസ്പിറ്റലാണ് ഞങ്ങൾ ഫസ്റ്റ് കൊണ്ട് കാണിച്ചെന്ന് ചോദിച്ചു. അല്ല, ഭാരിഷ പറഞ്ഞ നേരത്തെ ആശുപത്രിയുടെ കാര്യങ്ങളെല്ലാം അച്ഛനാണ് കൊണ്ടുപോയത്, അദ്ദേഹം എങ്ങും വന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഓ മേഡം, ഞാൻ ഈ കോടതിന് മുന്നിൽ ഞാൻ കള്ളം പറയില്ല മേഡം. ഞാൻ അദ്ദേഹം നിങ്ങളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നെന്ന് പറയുന്നു. മേഡം, എൻ്റെ വീട്ടിൽ താമസിച്ചാലും ഒരു കല്യാണത്തിന് പോയാലും എന്ത് കാര്യങ്ങളായാലും ഇദ്ദേഹം ഒരു ചെലവിന് ചോദിച്ചാലും ഇദ്ദേഹം അന്ന് അടി ഉണ്ടാക്കിയ ചെലവിന് തരത്തുള്ളൂ. നല്ല രീതിയിൽ എൻ്റെ മക്കളെ കാര്യം എൻ്റെ കാര്യം നോക്കി എനിക്ക് അറിയത്തില്ല മേഡം. ആണോ? മേഡം ചോദിച്ചോ, ആദ്യം ഇവിടെ ഞാൻ ഏത് ഹോസ്പിറ്റലാണ് കൊണ്ട് കാണിച്ചെന്നു. അപ്പോൾ അവൾ പെണ്ണല്ലേ? വിഴിഞ്ഞത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ട് കാണിച്ചത്. വിഴിഞ്ഞത്തുള്ള ഹോസ്പിറ്റലിൽ പൾസർ ഐസിയുലാണ് ഞാൻ ഫസ്റ്റ് കൊണ്ട് കാണിക്കുന്നത്. അവിടെ 6 മാസം കാണിച്ചപ്പോൾ കൊച്ചി തിരിഞ്ഞിറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്ത് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു കൊച്ചി തിരിഞ്ഞിറക്കണം എന്ന് പറഞ്ഞു. ഒരുപാട് വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവർ തിരിച്ച് നേരെ കൊണ്ടുപോയി ജിജി മേഡത്തിൻ്റെ അടുത്ത് തക്കാട്. രണ്ടാമത് കൊണ്ടുപോകുന്ന വത്സലയിൽ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എന്നെ അറിയാതെ ജിജി മേഡത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വീട്ടിൽ വിഷയം ഉണ്ടാക്കി. എന്നെ അറിയാതെ ഞാൻ വത്സലയെ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ അങ്ങനെ തക്കാട് കൊണ്ടുപോകുന്ന കേട്ടു. അങ്ങനെയാണ് ഫസ്റ്റ് വിഷയം നടക്കുന്നത്. എൻ്റെ മോനെ പ്രസവിക്കുന്ന സമയത്ത് ഫസ്റ്റ് വിഷയം നടക്കുന്ന അപ്പോഴാണ്. അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് അയാൾ റെഗുലറായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു വിഴിഞ്ഞത്താണ് ഞാൻ കൊണ്ടുപോയത്. വത്സല നേഴ്സിംഗ് ഹോമിലാണ് ഞാൻ ഫസ്റ്റ് കൊണ്ടുപോകുന്നത്. വത്സലയിലാണ് 6 മാസം വരെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പ്രസവിച്ചിട്ട് പോയോ? പ്രസവത്തിന് ഞാൻ പോയിരുന്നു, ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ. തക്കാട് ഹോസ്പിറ്റൽ എൻ്റെ ചേച്ചി പോയി കണ്ടു. തക്കാട് പോയി കണ്ടപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഞാൻ വീട്ടിൽ നിന്ന് അടിവെച്ചിറങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങളായി. ഇവൻ്റെ അടുത്ത് പറഞ്ഞ് ഇറങ്ങി പോടാ പറ്റും. അയ്യോ, അങ്ങനെയൊന്നും വിളിച്ചില്ല. ഇതൊക്കെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ആ കൊച്ചു പറയാണ്, ഇപ്പോഴാണ് അടിക്കേണ്ടത്, ഇപ്പോഴാണ് നിങ്ങൾ ആണത്വം കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. അവൾ ആ വിളിച്ച വായിൽ തന്നെ അടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ അനിയത്തി ഉണ്ട്, ഒരു കൊച്ചി അനിയത്തി ശകലം മാന്യബോധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് കൊടുക്കേണ്ട അടി എന്ന് പറഞ്ഞു. ആ സമയത്താണ് കൊടുക്കേണ്ടത് അടി, അല്ല പിന്നീടല്ല കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് ഞാൻ പോയില്ല. ഹോസ്പിറ്റലിൽ പോയി എൻ്റെ സഹോദരി പോയി ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോകണം, നീ പോയേ പറ്റുള്ളൂ, ആ കൊച്ചിൻ്റെ ഇപ്പോൾ അവസ്ഥ അങ്ങനെയാണ്, നീ പോയി നിർബന്ധമായിട്ട് പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി. ആ രാത്രി തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് തക്കാട് പോവുകയാണ്. തക്കാട് പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫും അവിടെ പ്രസവത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് നീ കാണിച്ച മോശമല്ല. ഞാൻ പറഞ്ഞു, എന്തിനാക്കാൻ ഞാൻ കാണിച്ചു, എൻ്റെ തെറ്റെന്തരാണ്, ഞാൻ വത്സലയെ കാണിച്ചുകൊണ്ട് ഇന്ന് കൊച്ചി തിരിഞ്ഞിടക്കുന്നത് ഞാൻ മലയാളത്തിലെ അവിടെ അടുത്ത് പറഞ്ഞത്. പിന്നെ അവർക്ക് ജഡ്ജി മേഡത്തിനെ കൊണ്ട് കാണിക്കാൻ ഞാൻ പറഞ്ഞില്ല കൊണ്ട് കാണിക്കാൻ വേണ്ടി. അവർ കൊണ്ട് കാണിച്ചിട്ട് പിന്നെ ഞാൻ തിരിയണം. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇവള് ബാപ്പായി ഉമ്മായിട്ട് നിൽക്കുകയാണ്. എന്നെ കണ്ടിട്ട് ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ പോയി നിൽക്കാൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അവിടെ നിന്നൊരാൾ വേണ്ടത് അടുത്ത് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിന്ന വ്യക്തിയെ ഇവളെ വാപ്പ പറഞ്ഞു, ബാബാ മുകളിൽ കയറെന്ന് പറഞ്ഞു. കയറ്റി അങ്ങ് വിട്ടു. അന്ന് രാത്രി ഫുള്ള് ഞാൻ അവിടെ ഉണ്ട്. പ്രസവിച്ച് എൻ്റെ ഉമ്മ വന്ന് വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ വന്ന് എല്ലാവരും വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ട്. തിരിച്ച് ഇവളെയും കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ പോകുന്നു. എൻ്റെ വീട്ടിലല്ല പോകുന്നത്, അവളെ വീട്ടിൽ തന്നെ ഞാൻ വീണ്ടും പോവുകയാണ്. എൻ്റെ മോനെയും കൊണ്ട് ഇവളെയും കൊണ്ട് ഞാൻ എൻ്റെ അവളെ വീട്ടിൽ തന്നെ ഞാൻ പോവുകയാണ്. എൻ്റെ വീട്ടിലല്ല പോയത്. പിന്നെ മൂലം വീണ്ടും ഞാൻ കണ്ടിന്യൂ ആ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ തിരിച്ച് ഞാൻ വന്ന് ഗൾഫിൽ ഇവർ തന്നെ എന്നെ ഗൾഫിൽ വിട്ടത്. ഒരു മാമയാണ് എന്നെ ഗൾഫിൽ വിട്ടത്. അവിടെ നിന്ന് ചെറിയ അങ്ങേരുമായിട്ട് ചെറിയ വാക്ക് തർക്കങ്ങളിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് വന്നു.
നാട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ 2-3 കൊച്ചാപ്പന്മാർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനു നിങ്ങൾ എൻ്റെ മാവാക്കാരനാവത് പള്ളു വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പള്ളു വിളിച്ചതല്ല, എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ്. കണ്ട നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പണിയേണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എന്നെ വിളിപ്പിച്ചതാണത്. ഒരു നോമ്പ് സമയത്ത് എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ്. അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്നവർക്ക് ഞാൻ ഇപ്പോൾ വിളിച്ച് കേൾപ്പിച്ചിരാന്ന് പറയും. ഞാൻ വിളിച്ച് കേൾപ്പിച്ചെടുത്തപ്പോൾ എന്നെ അടിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. അവരെന്നെ അടിക്കാൻ വേണ്ടിയാണ് വന്നത്. അവർ അളിയൻ കാരണം ഞാൻ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ അടിക്കാൻ വേണ്ടിയാണ് വന്നത്. അവർ വന്ന് കാര്യം ചോദിച്ചപ്പോൾ അവർ സമാധാനപ്പെട്ടു. കാര്യം മനസ്സിലായി അവർക്ക്, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അവരൊന്നും മിണ്ടിയില്ല. അവർ വന്ന വഴിക്ക് അങ്ങ് പോയി. അപ്പം ഞാൻ ആവശ്യപ്പെട്ട് നമുക്കിനി പ്രത്യേകിച്ച് താമസിക്കാം. എൻ്റെ അനിയത്തിയുടെ കല്യാണം എടുത്തു. എൻ്റെ അനിയത്തിയുടെ കല്യാണം എടുത്തു. അപ്പോൾ ആ വീട്ടിൽ അനിയത്തിയുടെ കല്യാണം എടുക്കുമ്പോൾ മൂത്ത മരുമോനാണ് ഞാൻ ആ വീട്ടിനകത്ത്. ഇവിടെ വാപ്പായുടെ സഹോദരന്മാരെല്ലാവരും എന്നെ അങ്ങനെയാണ് കാണുന്നത്. മൂത്ത മരുമോൻ എന്നുള്ള സ്ഥാനം അവർ എപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട്. ഈ നിമിഷവും ഞാൻ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ അവരെൻ്റെ അടുത്ത് അവരെന്നെ സ്നേഹിക്കുകയും ചെയ്യും. കാരണം ഈ ഒരു മാത്രമേ ഇങ്ങനെ ആയതുള്ളൂ. അവർക്കൊക്കെ എന്നെ എല്ലാ സ്ഥാനം തന്നേന്ന് വരുത്തിക്കണം. അവരെല്ലാ മക്കളെ കല്യാണത്തിനും എന്നെ മുൻപന്തി നിർത്തി തന്നെ അവർ ചെയ്തത്. ഒരു മാറ്റം അവർ കാണിച്ചിട്ടില്ല എൻ്റെ അടുത്ത്. കാരണം ഞാൻ അവരുടെ അടുത്ത് പെരുമാറുന്ന രീതി, അതിനെക്കൊണ്ട് അവരെല്ലാവരും എൻ്റെ അടുത്ത് നല്ല സഹകരിച്ച് പോയിരുന്നു. ഇപ്പോൾ അനിയത്തെ സഹോദര കല്യാണത്തിന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഞാൻ അറിഞ്ഞു ഇവർ സംബന്ധം ആലോചിച്ചതും എടുത്തതല്ല. എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനെ കൊണ്ട് വേറ്റി വിളിച്ചിട്ടുമില്ല. നാട്ടിൽ വന്ന് സംബന്ധം ആലോചിക്കാൻ പോയി. പയ്യൻ്റെ വീട്ടിൽ പോയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാമ ഒരു കാര്യം ചെയ്യും, ഒരു ആടോ വാച്ച് കൊടുക്കാമെന്ന് പറയും. ഇവരത് തട്ടിക്കളഞ്ഞിട്ട് അവരെ ഇഷ്ടത്തിന് ചെയ്തു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇനിയിപ്പം ഈ വീട്ടിൽ ഞാൻ നിന്നിട്ട് കാര്യമില്ല. നമുക്കൊരു വില കൽപ്പിക്കാത്ത വീട്ടിൽ നിന്നിട്ട് വല്ല കാര്യമുണ്ട്. അപ്പം ഞാൻ പറയും, നമുക്ക് പ്രത്യേകിച്ച് താമസത്തിന് പോകാം. എൻ്റെ വീട്ടിൽ നീ വരില്ല, വേണ്ട, പ്രത്യേകിച്ച് വീട് വാടകയ്ക്ക് എടുക്കാം നമുക്ക്. അപ്പോൾ അവർ വിടൂല്ല. ഇവിടും വരെയില്ല, ഇവർ വീട്ടുകാർ വിടേയില്ല. ഞാൻ വന്ന് ക്ലാരക്കുടിയിൽ വീടെടുത്തു, വാടകയ്ക്ക് വീടെടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടിട്ട് 4 മാസം വരെ കാത്തിരുന്ന് വന്നില്ല. ഞാൻ എൻ്റെ ജമാഅത്തിൽ കൊണ്ട് പെറ്റീഷൻ കൊടുത്തു. എൻ്റെ ഭാര്യ മക്കളെ എനിക്ക് തിരിച്ച് കിട്ടണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പെറ്റീഷൻ കൊടുത്തത്. അല്ല, വേണ്ടെന്നല്ല ഞാൻ പെറ്റീഷൻ കൊടുത്തത്, എനിക്ക് തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തിട്ട് ഒരു അനക്കവുമില്ല. ഇവരെ ജമാഅത്ത് നിയമം ജമാഅത്താണ്. അവിടെ ഇവർ ലെറ്റർ അയച്ചിട്ട് ഇവിടെ വാപ്പായി വിളിക്കുന്നു. ഇങ്ങനെ ഓരോ അടമൊഴി പറഞ്ഞ് സുഖമില്ല എന്ന് പറയണമല്ലാതെ അവിടെ വന്ന് എത്തണില്ല. അപ്പം ഞാൻ ഡയറക്റ്റ് അവിടെ പോയി. ആ ജമാഅത്തിൽ ഞാൻ ഡയറക്റ്റ് പോയിട്ട് അങ്ങനത്തെ കാര്യം പറഞ്ഞ് നിൻ്റെ പെറ്റീഷൻ ഞാൻ വായിച്ചു നോക്കി, അതിലൊരു പരാതിയും തോന്നുന്നില്ല. പക്ഷെ അവരെ വിളിക്കുന്ന അഷ്കര വരുന്നില്ല. അപ്പോഴും ഞാൻ തീർത്ത് പറഞ്ഞു, ഇനി അവർ വരും, നിർബന്ധമായിട്ട് അവർക്ക് ഇവിടെ വന്നേ പറ്റുള്ളൂ. രണ്ടാമത്തെ നമുക്ക് കല്യാണമായി, ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാണ്ട് അവരിവിടെ വന്നേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ കല്യാണത്തിനാണ് അവരിവിടെ വന്നത്, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി. പിന്നെ അതിനുശേഷം ഇതുവരെയ്ക്ക് ജമാഅത്തായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞു, അടുത്ത് വന്നിരിക്കും, പക്ഷേ പറഞ്ഞതിന് എൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാവുള്ളൂ. ഞാൻ അങ്ങനെ എടുത്ത് സെക്രട്ടറി എടുത്ത് പറഞ്ഞു. സെക്രട്ടറി ശരിയെന്ന് പറഞ്ഞു, ഇവർ തീരുമാനം ഉണ്ടാക്കിയിട്ട് നടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവർ പോയപ്പോഴും ഇവർ പോയി അവരെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പെണ്ണുങ്ങളല്ലേ, പെണ്ണിരാപ്പല്ലേ, ഇവർ പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, പക്ഷേ എന്തായാലും നിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു കുമരിൻ്റെ കേസല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് അവർ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു, നമുക്ക് കല്യാണം ഒന്ന് കഴിയിട്ട്. ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വളർത്തിയെടുത്ത പിള്ളേരല്ലേ, അവളെ കല്യാണത്തിന് ഞാൻ ഇനി തടസ്സമായെന്ന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, ശരി അതും കഴിയിട്ടെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ. അപ്പോൾ ഞാൻ വീണ്ടും പോയി അവിടെ വിഷയം ഉണ്ടാക്കിയപ്പോൾ അങ്ങേര് പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു, എന്തായാലും ഞാൻ ഡയറക്റ്റ് അവരെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ ഫോൺ ചെയ്തിട്ടും ലെറ്റർ അയച്ചിട്ടുമല്ലേ വരാത്തത്. എന്തായാലും അങ്ങനെ അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് വീട്ടിൽ പോകാം, വീട്ടിൽ പോയെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ചയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ്, അഷ്കർ അവർ ഇത്രാം തീയതി വരാമെന്ന് പറഞ്ഞിരിക്കുന്നു, നീ ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി. അപ്പോൾ എൻ്റെ ജമാഅത്ത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇതേപോലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത്രാം തീയതി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, പോകാമെന്ന് പറഞ്ഞ് നേരെ പോയി. എടുത്തിട്ട വീട്ടിൽ ഇവളെ കൊണ്ടുവരികയാണ് ഞാൻ. അപ്പോൾ അപ്പോഴും രാത്രി തന്നെ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഈ രാത്രി തന്നെ കൊണ്ടുപോകണം. എൻ്റെ ഇവരെ കൂടെ, എൻ്റെ എന്നെ കാണാതെ നിന്നവനാണ്, എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഓടിയെത്തി. ഈ രാത്രി തന്നെ എനിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവരപ്പം വിടൂല. കാരണം ഇനി അവർക്ക് വേറെ ക്ലാസ് കൊടുക്കണമല്ലോ. അപ്പോൾ പറഞ്ഞ് പറ്റൂല, ഇപ്പം തന്നെ കൊണ്ടുപോകണം. പക്ഷെ അവർ പ്രതീക്ഷിച്ചില്ല, ആ രാത്രി തന്നെ കൊണ്ടുവരുമെന്നുള്ള അവർക്കും പ്രതീക്ഷയില്ലായിരുന്നു. ആ രാത്രി തന്നെ ഞാൻ കൊണ്ടുവന്നു, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിനകത്ത് ആദ്യം കയറ്റി ചോറ് കഴിക്കാൻ പറഞ്ഞു. ഇനി അവിടെ വാടകയ്ക്കെടുത്ത വീട്ടിലൊന്നും വെച്ചിട്ടില്ല, ചോറ് കഴിക്കാൻ പറഞ്ഞു. ചോറ് കഴിക്കില്ല. പള്ളിയിൽ നിന്ന് ഒരാൾ എൻ്റെ കൂടെ വന്നായിരുന്നു, വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള തന്നെ അവിടുത്തെ ഖജാൻജി. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞ്, ഞാൻ ചോറ് കഴിക്കാൻ പറയും, ചോറ് കഴിക്കില്ല. ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്തിടെ ഇപ്പോൾ കൊണ്ടുവന്നല്ലോ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇത്ര നേരം മലയാളത്തിൽ ചോറ് കഴിക്കാൻ പറഞ്ഞത്, അവിടെ പട്ടിണി കിടക്കാൻ വേണ്ടിയാണ്. ഇനി പറയാം കൊണ്ടുവന്നിട്ട് അന്ന് രാത്രി തന്നെ പട്ടിണി ഇരിക്കാന്ന് പറയാൻ വേണ്ടിയാണ്. ചോറ് കഴിക്കാൻ പറയും, കഴിക്കില്ല. ഞാൻ ദേഷ്യപ്പെട്ടു. അങ്ങനെ ഇത് വേണ്ട. അപ്പോൾ അങ്ങനെ പറഞ്ഞു, മോളെ ചോറ് കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട എനിക്ക്. ശരി, ഞാൻ പറഞ്ഞു, ശരി വേണ്ടെങ്കിൽ വേണ്ട. ആ രാത്രി തന്നെ എടുത്ത വീട്ടിൽ, ആ രാത്രി തന്നെ അവിടെ പോലും കിടത്തില്ല, ആ രാത്രി തന്നെ എടുത്ത വീട്ടിൽ കൊണ്ടുപോവുകയാണ്. അവിടെ ഇരുന്ന് വെറും 20 ദിവസം, വെറും 20 ദിവസമാണ്. ആ വീട്ടിനകത്ത് വേറെ കുറവൊന്നുമില്ല. ആ വീട്ടിനകത്ത് കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിക്കും ഫ്രിഡ്ജിനും ഗ്രൈൻഡറിനും മാത്രമേ ആ വീട്ടിനകത്ത് കുറവുള്ളൂ. ബാക്കി എല്ലാ സാധനം, എന്നാൽ കഴിയുള്ള സാധനം എല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് അതിനകത്ത്. കാരണം ഞങ്ങൾക്ക് 3 നേരം കഴിയേണ്ട സാധനങ്ങൾ ഞാൻ അതിനകത്ത് വാങ്ങിച്ചിട്ടു. പിന്നെ എൻ്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു. ഇവർക്ക് ഉമ്മ ഇഷ്ടമല്ല. കാരണം വെച്ചാൽ അവരെന്തെങ്കിലും പറയുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു സാധനം എടുത്താൽ അവിടെ ഇട്ടുണ്ടെങ്കിൽ പോകും, എടുക്കണെടുത്താൽ അവിടെ കിടക്കും.
പിന്നെ അത് ആരെങ്കിലും വേറെ ആരെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കണം. അത് അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. നമ്മളൊന്ന് എടുത്ത സാധനം മാറ്റി അത് പറഞ്ഞവർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് രാവിലെ കഴിച്ചോണ്ടുള്ള ചായ ഇടണം. അതൊക്കെ ചുമ്മാ മേഡം. എനിച്ചാ ചായ ഇട്ട് കൊടുക്കും. ഇദ്ദേഹം പാല് വാങ്ങിച്ചോണ്ട് വരും, ഞാൻ ചായ ഇട്ട് കൊടുക്കും. ഇദ്ദേഹം എന്നു വെച്ചാൽ എന്നെ ആ താമസത്തിന് കൊണ്ടുപോയെങ്കിലും കുടിച്ചോണ്ട് വരും, ഉപദ്രവം, കൈ ഉപദ്രവം, കൈ കിട്ടുന്നതിനടുത്ത് അടിക്കും, കൈ കിട്ടുന്നതിനടുത്ത് അടിക്കും. മാഡം പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ന്യായമുണ്ട്. പക്ഷേ ഈ മദ്യപാനം ഉണ്ടോ നിങ്ങൾക്ക്? മദ്യപാനം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഞാൻ മദ്യപിക്കായിരുന്നു. എന്നും ഡെയിലി ഇല്ല, വല്ലപ്പോഴും മദ്യപിക്കാറുണ്ട്. ഈ മദ്യപിക്കുന്ന സമയത്ത് അടിയും പിടിയൊന്നുമില്ല. എനിക്ക് അടിക്കാൻ 6.5 കൊല്ലം നിങ്ങളെ വീട്ടിൽ താമസിച്ചപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ അടിച്ചു? തെറ്റുകൾ നീ ഡെയിലി കാണിച്ചോണ്ടിരിക്കുകയാണ്. തെറ്റുകൾ ഡെയിലി കാണിച്ചോണ്ടിരിക്കുകയാണ്. രാവിലെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ തുണി ഞാൻ തന്നെ കഴുകണം, ഞാൻ തന്നെ തേക്കണം. എൻ്റെ തുണികൾ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം സ്ഥിരം. ഇതൊക്കെ എന്താ ചെയ്യണം? ഞാൻ അടിക്കണമെങ്കിൽ ഡെയിലി അടിക്കാം. അടിക്കാനുള്ള അധികാരം അങ്ങനെയൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഇല്ല മേഡം, അടിക്കാമുണ്ടെന്നുണ്ടെങ്കിൽ അവർ അടിച്ചെന്ന് പറഞ്ഞില്ല. അപ്പം അടിക്കാന്നുണ്ടെങ്കിൽ ഡെയിലി അടിക്കാം. എനിക്ക് രാവിലെ കഴിച്ചതിൻ്റെ എവിടെ എൻ്റെ തുണിയെന്ന് കേട്ടിട്ട് എനിക്ക് ബഹളം ഉണ്ടാക്കിക്കൂടെ? ഇതൊന്നും ചെയ്യാൻ നിൽക്കില്ല. ഞാൻ 4 മണി ആട്ടോ ഓടിക്കുന്ന സമയത്ത് 4 മണിക്ക് കഴിച്ചു പോകും. വീട്ടിൽ തിന്നാൻ വേവിക്ക് കൊടുത്തില്ല, എടുത്തില്ല എന്ന് ശമ്പളം ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇവിടെ വാപ്പാരെ കൂടെയാണ് ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹമാണ് എനിക്ക് ശമ്പളം തന്നത്. അദ്ദേഹമാണ് എനിക്ക് ശമ്പളം തന്നത്. ആ വീട്ടിൽ തന്നെയാണ് ഞാൻ താമസം. ആ സമയത്ത് ഞാൻ പള്ളി നിസ്കാരം വരുന്ന സമയമാണ്. ആ സമയത്ത് കുടിക്കാൻ പറ്റൂ? ഞാൻ വേറെ ഇടത്തും പോകുന്നില്ല. വേറെ ദുശീലങ്ങളൊന്നുമില്ല, വെള്ളാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പൈസ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ടുകൊടുക്കുന്നത്. എൻ്റെ വീട്ടിൽ വരണില്ല, എൻ്റെ ഉമ്മ കൊണ്ടുകൊടുക്കില്ല. ആ വീട്ടിനകത്ത് തന്നെയാണ് ചിലവാണ്. ഇത് കൊടുത്തില്ല. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ കൊടുത്തില്ല. ഗൾഫിൽ നിന്ന് ഞാൻ ഇവിടെ പേരിൽ പൈസ അയച്ചിട്ടില്ല. ഗൾഫിൽ നിന്ന് ഞാൻ ഇവിടെ പേരിൽ പൈസ അയച്ചാൽ അയക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബാങ്കിൽ പോയി പൈസ മാറാൻ അറിയില്ല. 7,000 അയച്ചുള്ളൂ എന്നാണല്ലോ പറയുന്നത് ആകെ. അതല്ലേ സാറേ വേണം. ഇവിടെ പേരിൽ ഞാൻ അയച്ചിട്ടില്ല പൈസ, ഒട്ടും അയച്ചിട്ടില്ല. ഒരു പ്രാവശ്യം എന്താണെന്ന് തോന്നുന്നത് ഇവർ അക്കൗണ്ട് ഇവർ അയക്കണമെന്ന് ഇവർക്ക് പിടിയാശയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ ഇവിടെ വാപ്പയുടെ അക്കൗണ്ട്. ഞാൻ പറഞ്ഞു നിന്റെ വാപ്പയെല്ലാം കിട്ടിയിരിക്കുന്നത്, ഞാൻ നിന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നിനക്ക് ബാങ്കിൽ പോയി പൈസ മാറാൻ അറിയണമെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ അയക്കും പൈസ, എൻ്റെ സഹോദരത്തിൻ്റെ കയ്യിൽ കൊണ്ടുതരും. അങ്ങനെയാണ് ഞാൻ പൈസ അയച്ചു കൊടുത്തത്. അല്ല ഡയറക്റ്റ് ഞങ്ങൾ പൈസ അയച്ചു കൊടുത്തിട്ടില്ല. സജീവ് ഒരുപാട് ഉപദ്രവിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു സ്ഥിരമായിട്ട്. ഇവിടെ വാപ്പാരും ഉമ്മാരും മുമ്പിൽ വെച്ച് ഞാൻ ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്. ഈ വാടകയ്ക്കെടുത്ത വീട്ടിൽ ഇവർ മിക്ക ദിവസങ്ങൾ വരാറുണ്ട്. ഉമ്മ രാവിലെ വെള്ളം കുറവാണ്, ഉമ്മ രാവിലെ ഇഞ്ഞ് വരും, ഞാൻ രാവിലെ സ്റ്റാൻഡിൽ വരും. ഒരു ദിവസം സ്റ്റാൻഡിൽ വന്നപ്പോൾ എൻ്റെ മാമ ആട്ടയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. ഇപ്പം ഞാൻ വണ്ടി സീനാറ്റി കിടപ്പുണ്ട്. അയാളെ നോക്കിയപ്പോൾ മാമല്ലേ നിൽക്കുന്നത്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് സംസാരിക്കാൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ ടക്കൻ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് പക്കളാണ്. അപ്പോൾ ഞാൻ നോക്കി എന്നിട്ട് വണ്ടി എടുത്തിട്ട് പോകുന്നു, എന്തോ വണ്ടി ഉണ്ടല്ലോ. ഞാൻ വണ്ടി എടുത്ത് നേരെ വന്നപ്പോൾ ഇവിടെ ഉമ്മായും കൂടി അടുത്ത വീട്ടിനകത്തിരിക്കുകയാണ്. അടുത്ത വീട്ടിനകത്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വന്ന് കയറി ഇവിടെ വിളിച്ച്, ഇനി വാ, വീട്ടിനകത്ത് പറഞ്ഞ ഒരു വീട്ടിനകത്തിരിക്കണം, അല്ല വല്ലവളം വീട്ടിലല്ല പോയി ഇരിക്കേണ്ടത്. വല്ലവളം വീട്ടിലല്ലേ പോയി ഇരിക്കേണ്ടത്. പറഞ്ഞു എന്നെ അടിച്ച് അതിനെ കൊണ്ടാണ്. ഞാൻ നിൻ്റെ ഉമ്മ ഇവിടെ വരില്ലെന്നല്ലേ നിൻ്റെ അടുത്ത് പറഞ്ഞത്. നിൻ്റെ അടുത്ത് ഇവിടെ വരണ്ടെന്ന് വിലക്ക് വെച്ചല്ലേ, പള്ളിക്കാർ വിലക്ക് വെച്ചല്ലേ വിട്ടത്. പിന്നെ എന്തിനാ ഇവർ വന്ന് ഇവിടെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിരിക്കുന്നത്? നിൻ്റെ വാപ്പാടെ നിന്ന് പോയപ്പോൾ എനിക്ക് സംശയം ഉണ്ടായി. അതിനെ കൊണ്ടാണ് വന്നത്. എന്നെ അടിച്ചുകൊണ്ടാണ് എന്നെ ഞാൻ വിളിച്ചു വരുത്തിയെന്ന്. ഞാൻ പറഞ്ഞു എപ്പം നിന്നെ അടിച്ചോണ്ടെങ്കിൽ നീ എൻ്റെ മോൾ അടിച്ചതെന്നിട്ട് അവിടെ ഇത്ര കമ്പ് കിടന്ന് ആ കമ്പിനെ എടുത്ത് കാണിച്ചിട്ട് വേണം ഈ കമ്പിട്ടാണ് അടിച്ചതെന്ന്. അപ്പോൾ ഞാൻ വിളിച്ചു, ഞാൻ അടുക്കളയിൽ പോയി. ഞാൻ വിളിച്ചു, വാ എന്നെ അടിച്ചാൽ ഇപ്പം നീങ്ങില്ലെന്ന് പറഞ്ഞു. അവളെ വാപ്പ അമ്മ ഇതുപോലെ നിൽക്കുന്ന ഇപ്പം നീങ്ങില്ലെന്ന് പറഞ്ഞു. എൻ്റെ കൈവാക്കിൽ നിർത്തിയേ ഒരെണ്ണം കൊടുത്ത്. ഇപ്പം അടിച്ച് നിങ്ങൾക്ക് ചെയ്യാണ്ടാന്ന് കേട്ടു. ഞാൻ ഇപ്പം അടിച്ച് നിങ്ങൾക്ക് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യണം. ആ അടി കൊടുത്തോണ്ട് ഉമ്മ വാപ്പ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി. അപ്പോൾ അടി വാങ്ങിച്ചത് കള്ളത്തന്നെ പറഞ്ഞതിൻ്റെ പേരിലാണ്. പിന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ചോദിക്കാം. ഈ ബാലിൻ്റെ ആദ്യം ആലോചിച്ച് ചോദിക്കണമെങ്കിൽ ബാലിൻ്റെ അടുത്ത് ചോദിക്കണം. ഞാൻ 6.5 കൊല്ലം താമസിച്ചെടുത്ത് ചോദിക്കണം. എന്നെക്കുറിച്ച് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ? ഡെയിലി മദ്യപിച്ചിട്ട് വന്ന് വീട്ടിൽ കിടന്ന് അമ്മായിയെ തെറി വിളിക്കുന്നു, അമ്മാനെ തെറി വിളിക്കുന്നു, ഭാര്യയെ തെറി വിളിക്കുന്നു, ഭാര്യ അടിക്കുന്നു. എങ്ങനെയാണ് ബാലിൻ്റെ അടുത്ത് ഇറക്കണം. ഞാൻ ആദ്യം താമസിച്ചെടുത്ത് അവരുടെ വീട്ടുകാരെ ഒന്നും തെറി വിളിച്ചെന്നോ ഉപദ്രവിച്ചെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അവരെ ഉപദ്രവിക്കുന്നപ്പോൾ നിങ്ങൾ പിന്നെ എന്നാ പിന്നെ ഒരു അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുമോ മേഡം? ഡെയിലി ഒരു മോളെ അടിക്കുമ്പോൾ അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുമോ? ഡെയിലി ഒരു മോളെ വീട്ടിനകത്തിട്ട് അടിക്കുമ്പോൾ അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുമോ? ഏതൊരു അച്ഛനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരു മരുമോൻ ഡെയിലി വീട്ടിൽ ഫിറ്റായിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഏതെങ്കിലും അമ്മമാർ സഹിക്കുമോ? അല്ല പിന്നെ സജീവ അവരൊരു കല്യാണത്തിന് ഇട്ട് കൊടുത്ത ഒരു 23 പവന്റെ 23 പവനല്ല മേഡം, 20 പവനാണ് പള്ളി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശരി, അതിൽ 14 പവന്റെ സ്വർണ്ണമാണ് തന്നിട്ടുള്ളത്. ഞാനാണ് പണയം വെച്ചത്, ഞാനാണ് വിറ്റത്. അതും എന്റെ വീട്ടിൽ കൊണ്ടുവച്ചല്ല, അവരെ വീട്ടിൽ തന്നെയാണ് അതും ചെയ്യണത്. അതെന്തിനാ വിറ്റത്? അത് അന്ന് ഈ കറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അത് വിറ്റ് ആ സ്വർണ്ണങ്ങൾ വിറ്റ് തന്നെയാണ് ഞങ്ങൾ എല്ലാം ഒരുമിച്ച് കറങ്ങണത്. നിങ്ങൾ ആവശ്യത്തിന് അത് വിഴിഞ്ഞ സ്റ്റേഷനിൽ ജയ്സലിന്റെ മുമ്പാകെ ഫാരിഷ പറഞ്ഞിട്ടുണ്ട്. അത് ഫാരിഷ കൊണ്ട് വിഴിഞ്ഞ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പേരിൽ. ആ കേസ് കൊടുത്ത സമയത്ത് ജയ്സൽ സാർ അന്ന് ചോദിച്ചു ഇവരടുത്ത് ചോദിച്ചപ്പോൾ കറക്റ്റ് ജയ്സൽ സാറിൻ്റെ അടുത്ത് കാര്യവും പറഞ്ഞു. സ്വർണ്ണം എന്ത് ചെയ്യുന്നു അതിനുള്ള മറുപടി അവളെ ജയ്സൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ആ മറുപടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചു നോക്കണം മേഡം. ജയ്സൽ സാറിൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. എന്റെ 23ന്റെ ഉരുപ്പടിയും തീർത്തി എന്നെ കൊണ്ടുപോയി
കൊണ്ടുപോയാൽ ഒരിടത്ത് ആറ്റിങ്കര പള്ളിയിൽ മാത്രം കൊണ്ടുപോയി മാഡം, വേറെ ഒരിടത്തും കൊണ്ടുപോയി എനിക്ക് അറിഞ്ഞൂടാ. ആറ്റിങ്കര പള്ളിയിൽ മതി എന്നെ ടൂറ് കൊണ്ടുപോയെന്ന് പറഞ്ഞു ഇദ്ദേഹം. എന്നെ ആറ്റിങ്കര പള്ളി മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ, വേറെ ഒരിടത്ത് തന്നെ അദ്ദേഹം കൊണ്ടുപോയില്ല. ബാക്കി ഉരുപ്പടിയെല്ലാം ഇദ്ദേഹം തന്നെയാണ് തീർത്തത്. ആട്ടയ്ക്ക് പണി കിടക്കണ്, എനിക്ക് കടം കിടക്കണ്, എല്ലാം തീർത്ത് നമുക്ക് ഇതെല്ലാം പോയാലും നിനക്ക് വാങ്ങിച്ചു. ഒരിക്കൽ എന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ആശുപത്രിയിൽ വയറുവേദന എടുത്ത് എന്നെ കൊണ്ടുപോയി ഡോക്ടർ. അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തപ്പം ഡോക്ടർ പറയണേ ഞാൻ വരാതെ നിങ്ങൾ കൊണ്ടുപോയല്ലോ, രോഗിക്ക് എന്തെങ്കിലും ഇത് വന്നാൽ ഞങ്ങൾ ഉത്തരവാദിയല്ലേ. ഈ ഡോക്ടർ പറഞ്ഞിട്ട് പോയി. കുറേ കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് എന്നെ അന്ന് വിഴിഞ്ഞംപള്ളിയിൽ പരിപാടിയായിരുന്നു, കൊണ്ടുപോയി സ്വർണ്ണക്കൊലുസ് കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ട് എന്നെ ഉപദ്രവിച്ചു. എൻ്റെ കാലിൽ കിടന്ന സ്വർണ്ണക്കൊലുസ് വരെ ഊരി വരെ എടുത്ത്. അല്ലാതെ എന്നെ ഒരിടത്തും കൊണ്ടിട്ടില്ല മാഡം. ഞാൻ ഈ കോടതി സ്വർണ്ണം ഞാൻ തന്നെയാണ് എടുത്തത്. അത് ആ വീട്ടിനകത്ത് വെച്ചല്ല, എന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടല്ല, ആ വീട്ടിൽ വെച്ചത്, എന്റെ വീട്ടിൽ വെച്ച് എടുത്തത്. നിങ്ങളുടെ വീട്ടില് ഒരു 6.5 വർഷം അയാള് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അവർ താമസിച്ചിരുന്നു. അവരുടെ അമ്മയായിട്ട് നിങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ട് വന്ന് താമസിച്ച ഒരാളല്ലേ, അത് സത്യമല്ലേ? ഇല്ല മാഡം, അങ്ങനെയൊന്നുമില്ല മാഡം, അതൊക്കെ ചുമ്മാണ് ഇവിടെ. അങ്ങനെ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ അത് പിണങ്ങിയല്ലാണ് ഞാൻ വന്നത്. ഇദ്ദേഹം എൻ്റെ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ്, ഒരു തൊട്ട് വെള്ളം കോരിയപ്പോൾ ഞാൻ പറയാം. അപ്പം എൻ്റെ പറഞ്ഞ് അപ്പം ഞാൻ മതിന് വെള്ളം കോരിയപ്പോൾ മതിന് വെള്ളം കോരി തരാത്തതുകൊണ്ട് ഇദ്ദേഹം കേട്ടോട് നിന്നു. അപ്പോൾ ഇദ്ദേഹം വന്ന് പറഞ്ഞ് നിനക്ക് കോരി തന്നില്ലല്ലേ, നീ നീ ഒരു കാര്യം നിൻ്റെ വീട്ടിൽ പോയി ഇരുന്നിട്ട് ഞാൻ അവിടെ നിനക്ക് വേല ചെയ്തുകൊണ്ട് തരുമെന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീടുമായിട്ട് പിണങ്ങി പോയതിന്റെ കാരണം എന്തോ ആവട്ടെ, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞോ അല്ല മതിന് ഇങ്ങോട്ട് പറഞ്ഞോ, എന്തായാലും അവിടെ ഒരു 6.5 വർഷം നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചില്ലേ? അദ്ദേഹം തന്നെയാണ് മാഡം വന്ന് താമസിച്ചത്. എന്റെ വീട്ടുകാർ വിളിച്ചില്ല മാഡം. വീട്ടുകാർ വിളിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, താമസിച്ചു എന്നുള്ള സത്യമല്ലേ? താമസിച്ചു മാഡം. ഒരു കല്യാണ ആവശ്യത്തിന് പോകണമെങ്കിലും എന്റെ അച്ഛൻ നോക്കിക്കൊണ്ടുപോകണം. ഒരു ചെലവിന് ചോദിക്കണമെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടാക്കി തന്നെയാണ് ഇദ്ദേഹം തരണത് ചെലവിന്, അല്ലാതെ അദ്ദേഹം തരത്തില്ല മാഡം. ഇതൊക്കെ ചുമ്മാണ് മാഡം പറയണത്. ഞാൻ ഈ കോടതിയുടെ മുന്നിൽ സത്യം മാത്രമേ പറയത്തുള്ളൂ മാഡം. അവളെ വാപ്പയാണ് കുറച്ച് ദിവസം, അവരെ വാപ്പയോടാണ് ഞാൻ കുറച്ച് ദിവസം പണിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. എൻ്റെ അടുത്ത് വണ്ടി ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ കൂലിക്കാണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടി വിട്ടപ്പോൾ പിന്നെ ഒരു നോമ്പ് സമയത്ത് വണ്ടി ആരുടെ ആയിരുന്നു? വേറെ ആളുടെ വണ്ടിയായിരുന്നു. നോമ്പ് സമയത്ത് ഞാൻ വണ്ടി വിട്ടിട്ട് ഞാൻ വേറെ കച്ചവടത്തിന് പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ 2 ദിവസം അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വാപ്പ പോകുന്ന കച്ചവടത്തിൽ ഞാൻ 2 ദിവസം ചോദിച്ചിട്ടുണ്ട്, മാമ ഞാനും കൂടെ നിങ്ങളോട് വരട്ടാ. മാമാവ് കൊണ്ടുപോയി മടി, കാരണം വെച്ചാൽ മരുമോനെ കൊണ്ടുപോകണമല്ലോ, അവരെ കച്ചവട രീതി അതായിരുന്നു. അപ്പോൾ ഒരു മടി, നടക്കണമല്ലോ എന്നൊക്കെ ഒരു മടി. അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചാൽ കൊണ്ടുപോകില്ല. അപ്പോൾ ഇതിൻ്റെ മുതലാളി ഒരാളുണ്ട്, റഷീദ് എന്ന് പറഞ്ഞ കാക്ക. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, കാക്ക ഞാനും കൂടെ കേട്ടാ വെറുതെ ഇല്ലാക്കാൻ നിൽക്കണം, ഞാൻ കൂടെ വണ്ടി കയറ്റാന്നൊരു നീ കയറെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ ഇവരെ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശമ്പളം തന്നത് ഇദ്ദേഹമാണ് എനിക്ക് ശമ്പളം തന്നത്. ചിലപ്പോൾ 1300 കിട്ടും, ചിലപ്പോൾ 1400 കിട്ടും, ചിലപ്പോൾ 1500 കിട്ടും. അത് കച്ചവടം നടക്കുന്ന രീതി പോലെ ചിലപ്പോൾ ഒന്നും കിട്ടാത്ത ദിവസങ്ങളുണ്ട്. ഇത് കിട്ടുന്ന പൈസ മൊത്തം അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അല്ല ഞാൻ എൻ്റെ വീട്ടിലല്ല എൻ്റെ ഉമ്മാക്കും എൻ്റെ സൗകര്യമെല്ലാം കൊണ്ടുകൊടുക്കുന്നത്. ആരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, എൻ്റെ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക്. അപ്പോൾ ആ ജോലിയിൽ നിങ്ങളും ഷെയർ ചെയ്ത് ജോലി ചെയ്യും, വരുമാനം മൊത്തമായിട്ട് വരും. ആ മൊത്ത വരുമാനം വാപ്പ കൊണ്ടുവന്ന് വീട്ടിൽ ചിലവാഴും. ഇല്ല, എൻ്റെ കൈ തരും. എന്റെ ശമ്പളം എന്റെ കൈ തരും, എന്റെ ശമ്പളം എന്റെ കൈ തരും. അവരോരോ ശമ്പളങ്ങൾ അവർ കൊടുക്കും. കൊടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിലെത്തുന്നത്. ആ ശമ്പളം വീട്ടിലേക്ക് ചെലവിന് കൊടുക്കുമായിരുന്നു. ആ ശമ്പളം തന്നെ ഞാൻ എന്റെ വീട്ടിൽ അവിടെ ചെലവാക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കിട്ടുന്ന ആ ശമ്പളമാണ് എന്റെ ഭാര്യയുടെ കയ്യിൽ ഒരു 100 രൂപ കൊടുത്തിട്ട് 30 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് ബാക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് അറിയില്ല. ഈ ആളിന്റെ അടുത്ത് ഞാൻ എങ്ങനെ പൈസ കൊടുക്കും? ഈ പ്രൊഫഷനൊക്കെ മേടിച്ചു കൊടുക്കും അല്ലേ? ഇതെല്ലാം സാധനങ്ങളാണ് വായിച്ചു കൊടുക്കുന്നത്. എന്ത് ജോലിയായിരുന്നു? ഇൻസ്റ്റാൾമെന്റ് ആയിരുന്നു മാഡം. ഡെയിലി കൊടുത്തിട്ട് ഇന്ന് കൊടുത്തിട്ട് ചിലപ്പോൾ നാളെ കിട്ടും പൈസ. റെഡി ക്യാഷ് കച്ചവടം. അയാൾ വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ട് ഒരു വീട്ടാവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പുള്ളി പിന്നെ പരാതി കൊടുത്ത് അവരെ കൊണ്ടുപോകുന്നത്. വാടകയ്ക്ക് എടുത്ത വീട്ടിൽ കിടന്ന സാധനങ്ങൾ കംപ്ലീറ്റ് പിന്നെ എന്റെ ലെവൽ തെറ്റി. പിന്നെ എന്റെ ഫുൾ കൺട്രോൾ, എന്റെ ലെവൽ അങ്ങ് തെറ്റി. ഇനി ഒന്നും നോക്കാനില്ലല്ലോ എനിക്ക്. എന്റെ ഫുൾ ലെവൽ അങ്ങ് തെറ്റിയപ്പോൾ പിന്നെ വാട്ടി കിടന്ന സാധനങ്ങൾ പല രീതിയിലായിട്ട് അതങ്ങ് പോയി. പിന്നെ ആ വീട്ടിനകത്തുള്ള വെള്ളാടി മാത്രമേ ഉള്ളൂ. കൂട്ടുകാരന്മാർ വരും. അപ്പോൾ അടിച്ചോണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇത് കൊണ്ടുപോയി കസ എടുത്തിട്ട് പോട്ടാ കൊണ്ടുപോകും.